അധ്യായം 78. അന്നബ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 40. നബഇന്റെ ഭാഷാർത്ഥം വാർത്ത എന്നാണ്. ഉയിർത്തെഴുന്നേൽപ്പും പരലോകവുമാണ് വാർത്ത എന്നതുകൊണ്ടുദ്ദേശ്യം. ഇതിലെ പ്രധാന ഉള്ളടക്കവും അതുതന്നെ. ഇതും പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതീർണമായതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതിനെപ്പറ്റിയാണ് അവരന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അതിഭയങ്കരമായ വാർത്തയെപ്പറ്റി തന്നെ. അതിലവർ ഭിന്നാഭിപ്രായക്കാരാണ്. വേണ്ട, വൈകാതെ അവരറിയുക തന്നെ ചെയ്യും. വേണ്ടേ വേണ്ട, ഉറപ്പായും അവരറിയും. ഭൂമിയെ നാം മെത്തയാക്കിയില്ലേ? മലകളെ ആണികളും. നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു. നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കി. രാവിനെ വസ്ത്രമാക്കി, പകലിനെ ജീവിതവേളയാക്കി. നിങ്ങൾക്കുമേലെ ഭദ്രമായ 7 ആകാശങ്ങളെ നാം നിർമ്മിച്ചു. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കും നാം സ്ഥാപിച്ചു. കാർമുകിലിൽ നിന്ന് കുത്തിയൊഴുകും വെള്ളമിറക്കി. അതുവഴി ധാന്യവും ചെടികളും ഉൽപ്പാദിപ്പിക്കാൻ. ഇടതൂർന്ന തോട്ടങ്ങളും. നിശ്ചയമായും വിധിദിനം സമയനിർണിതമാണ്. കാഹളം ഊതുന്ന ദിനമാണത്. അപ്പോൾ നിങ്ങൾ കൂട്ടം കൂട്ടമായി വന്നെത്തും. ആകാശം തുറക്കപ്പെടും. അത് അനേകം കവാടങ്ങളായിത്തീരും. പർവ്വതങ്ങൾ ഇളകി നീങ്ങും. അവ മരീചികയാകും. നിശ്ചയമായും നരകത്തീ പതിസ്ഥലമാണ്, അതിക്രമികളുടെ സങ്കേതം. അവരതിൽ യുഗങ്ങളോളം വസിക്കും. കുളിരോ കുടിനീരോ അവരവിടെ അനുഭവിക്കുകയില്ല, തിളയ്ക്കുന്ന വെള്ളവും ചലവുമല്ലാതെ. അർഹിക്കുന്ന പ്രതിഫലം. തീർച്ചയായും അവർ വിചാരണ പ്രതീക്ഷിക്കുന്നവരായിരുന്നില്ല. നമ്മുടെ താക്കീതുകളെ അവർ അപ്പാടെ കള്ളമാക്കി തള്ളി. എല്ലാ കാര്യവും നാം കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. നിങ്ങൾക്ക് ശിക്ഷയല്ലാതൊന്നും വർദ്ധിപ്പിച്ചു തരാനില്ല. ഭക്തന്മാർക്ക് വിജയം ഉറപ്പ്. അവർക്ക് സ്വർഗത്തോപ്പുകളും മുന്തിരിക്കുലകളുമുണ്ട്. തുടുത്ത മാറിടമുള്ള തുല്യവയസ്കരായ തരുണികളും നിറഞ്ഞ കോപ്പകളും. അവരവിടെ പൊയ്മൊഴികളോ വിടുവാക്കുകളോ കേൾക്കുകയില്ല. നിന്റെ നാഥനിൽ നിന്നുള്ള പ്രതിഫലമായാണത് അവരർഹിക്കുന്ന സമ്മാനം. അവൻ ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും നാഥനാണ്, ദയാപരൻ. അവനുമായി നേരിൽ സംഭാഷണം നടത്താൻ ആർക്കുമാവില്ല. ജിബിരിയിലും മറ്റു മലക്കുകളും അണിനിരക്കും ദിനമാണ് അതുണ്ടാവുക. അന്നാർക്കും സംസാരിക്കാനാവില്ല. കരുണാനിധിയായ നാഥൻ അനുവാദം നൽകിയവനും സത്യം പറഞ്ഞവനുമൊഴികെ. അതത്രേ സത്യദിനം. അതിനാൽ ഇഷ്ടമുള്ളവൻ തന്റെ നാഥങ്കലേക്ക് മടങ്ങാനുള്ള മാർഗം അവലംബിക്കട്ടെ. ആസന്നമായ ശിക്ഷയെ സംബന്ധിച്ച് തീർച്ചയായും നാം നിങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നു. മനുഷ്യൻ തന്റെ ഇരുകരങ്ങളും ചെയ്തുവെച്ചത് നോക്കിക്കാണും ദിനം. അന്ന് സത്യനിഷേധി പറയും, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായേനെ.